ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. ഞാനിന്നിവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റമദാനിൽ കുടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 5-6 മാവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര വേണം, അതുപോലെ നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ്, അതുപോലെ അധികം പഴുക്കാത്ത മൂത്ത കുറച്ച് പുളിയുള്ള ടൈപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. മാവില നന്നായി കഴുകി ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുത്തോ അതുപോലെ എന്തെങ്കിലും കേടൊന്നും ഇല്ല ഇല എടുക്കാൻ പാടില്ല. നല്ല ആരോഗ്യമുള്ള ഇല നോക്കി എടുക്കുക. അതുപോലെ തന്നെ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ മാങ്ങ അധികം നല്ല പുളിയുള്ള മാങ്ങയാണ്, കാരണം പഴുത്തതല്ല, കുറച്ച് മൂത്ത ഒരു ടൈപ്പ്. അപ്പോൾ അതിലേക്ക് ഈ ഇല കൂടി ഞാൻ ചേർത്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് നിങ്ങളുടെയൊക്കെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നീട് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ല മാവിൻ്റെ, അതായത് നല്ല ഫ്ലേവറിലെ മാവിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും ജ്യൂസ്. കാരണം ഞാൻ എടുത്തത് നല്ല ഒരു ഫ്ലേവറുള്ള ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറായിരുന്നു. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തണുപ്പാണ് നമ്മുടെ വയറ്റിൽ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.